ഞാൻ ഡൽഹി ചെന്നിട്ട് ഉം. ദേശീയ പ്രസിഡന്റ് നദ്ദാജിയായിട്ടും ഉം. പിന്നെ അവിടുന്ന് BJP-യുടെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഉം. എന്തുകൊണ്ട് ഒരു കൊല്ലം മുമ്പെങ്കിലും കൂടാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ദുഃഖിച്ചു. ഉം. കാരണം എന്താണെന്നറിയോ, ഉം. എനിക്ക് അത്ഭുതം തോന്നിയത് ഞാനവിടെ ചെന്നപ്പോൾ എന്നോടുള്ള അവരുടെ പെരുമാറ്റം എന്താണെന്ന് ചോദിച്ചാൽ 2 കേന്ദ്രമന്ത്രിമാരുടെ കൊടുത്ത് മാറിയിട്ടില്ല. ഉം. ഒന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ, എന്തോ ഒരു മാന്യനാണെന്നറിയോ. ഉം. മറ്റൊന്ന് നമ്മുടെ മുരളീധരൻ, നമ്മുടെ മന്ത്രി, നമ്മുടെ സ്വന്തം മന്ത്രിയല്ലേ. ഉം. ഈ 2 പേരും എന്നെ എല്ലാ സ്ഥലത്തും എല്ലാ കാര്യത്തിലും എന്നെ എൻ്റെ എല്ലാ കാര്യവും അവരാ ശ്രദ്ധിച്ചത്. ഉം. ഉം. കേരള ഹൗസിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രി വിട്ട കാറിലാണ് യാത്ര ചെയ്തത്. അവരാണ് എന്നെ കൊണ്ടുപോയത്. എല്ലാ സ്ഥലത്തും പോയി, എല്ലാ സമയത്തും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു 2 മന്ത്രിമാർ. വേറൊരു വലിയ പ്രത്യേകം ഞാൻ പറഞ്ഞത്, ഒരു കൊല്ലം മുമ്പ് ചേർന്നായിരുന്നു കുഴപ്പമില്ലായിരുന്നു പറഞ്ഞതിന് കാരണം, മന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ടപ്പോൾ റബ്ബറിൻ്റെ കർഷകരുടെ പ്രശ്നം ഞാൻ സൂര്യസായി. റബ്ബർ കർഷകർ മാത്രമല്ല, നമ്മുടെ നെല്ലിൻ്റെയും പിന്നെ നമ്മുടെ ഏലത്തിൻ്റെയും ഈ കർഷകരുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ പീയൂഷ് ഗോയൽ ആദ്യം നമുക്കെതിരായിട്ട് ഇങ്ങനെ വലിയ മുഖം പഠിപ്പിച്ച് വർത്താനം പറയാം. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അങ്ങേര് നമ്മളെക്കാൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പീയൂഷ് ഗോയലിനെ പോലെ ഒരു കേന്ദ്രമന്ത്രി ഇത്രമാത്രം കേരളത്തെ പറ്റി പഠിച്ചല്ലോ എന്ന് എനിക്ക് അഭിമാനം തോന്നി. അദ്ദേഹം ടോൺ മാറ്റിയത് മാത്രമല്ല, 5 മിനിറ്റ് കൊണ്ട് ഒരു 6-7 ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചൂടാന്ന് കേട്ടു. ഇവിടെ റബ്ബർ ബോർഡിന്റെ ഫീൽഡ് ഓഫീസേഴ്സ് ഇല്ല, ഇവിടെ 430 ഈ ആഴ്ച കൊണ്ട് മുഴുവൻ ഫില്ല് ചെയ്യാൻ ഓർഡർ കൊടുത്തു. എന്ന് മാത്രമല്ല, വേറൊന്നൊരു സ്ഥലത്ത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഷോണിനെ മന്ത്രി രാജീവ് ചന്ദ്രശേഖരനും മന്ത്രി നമ്മുടെ മുരളീധരനും ഇവർ 3 പേരെയും കൂടെ പുള്ളി ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് അയക്കുകയാണ്. എന്താണ് ചെയ്തേക്കാനാ പറഞ്ഞത് ജോയിന്റ് സെക്രട്ടറിയോട്. വളരെ ശക്തമായ സമീപനമായിരുന്നു. ശക്തമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അല്ലേ? ഒരു സംശയം വേണ്ട, വലിയ മാറ്റങ്ങൾക്ക് ഈ നാട് പാത്രിപൂർവ്വം ഉണ്ടാവും. പിന്നെ അത് തന്നെയല്ല, ലോക സാമ്പത്തിക രംഗത്തെ 3ാമത്തെ രാഷ്ട്രമാക്കി ഭാരതത്തെ മാറ്റിയെടുത്തവരാണ് നരേന്ദ്രമോദിജി എന്ന പ്രധാനമന്ത്രി. അങ്ങയുടെ നേതൃത്വത്തിൽ ഇനി കേരളം രക്ഷിക്കാൻ നോക്കുകയില്ലെങ്കിൽ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞുകൊണ്ട് LDF UDF നടക്കുക എന്ത് കിട്ടാനാ? വല്ലതും കിട്ടാനുണ്ടോ? 4 ലക്ഷം കോടി രൂപ കടവാക്കിയിട്ട് പിണറായിയും മക്കളും എല്ലാം കൂടെ മൂട്ടിച്ച് മുടുക്കിയില്ലേ കേരളം. വല്ല രക്ഷയുണ്ടോ നമുക്ക്? 10-60 വണ്ടി എടുത്ത് ആകുമ്പോഴേ പിണറായി വിജയൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു. എന്ത് കിട്ടും നമുക്ക്? എത്ര ആത്മഹത്യയായി. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ നാട് വിട്ടു പോവല്ലേ. നമ്മുടെ കർഷകരും ആത്മഹത്യ ചെയ്യുന്നു, ചെറുകിട കച്ചവടക്കാർ ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം തരിപ്പണമായ ഒരു സ്റ്റേറ്റാണ് നമ്മുടെ. ഇതിനെ രക്ഷിക്കാൻ ആരാ ഉള്ളത്? ഒറ്റ മാർഗമുള്ളൂ, BJP-യും അതോടൊപ്പം നരേന്ദ്രമോദിജിയും. 100% അദ്ദേഹത്തിൻ്റെ പുറകെ കൂടി അദ്ദേഹത്തെ കൊണ്ട് ഈ നാടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വലിയ കാര്യം. അത് ചെയ്യും. കേരളത്തെ രക്ഷിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കേരളം രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, ഇത് ഈ കേരളത്തെ പറയുന്നത് തന്നെ വലിയ ഭൂമിയാന്നൊക്കെയാണ് പറയുന്നത്. എന്നാ സ്വർഗമാണെന്ന്, ഭൂമിയിലെ സ്വർഗം എന്ന്. എവിടെ സ്വർഗം? ഇവിടെ സ്വർഗത്തല്ല, ഭൂമിയിലെ നരകമായി ഇപ്പം കേരളം. ആ നരകത്തെ സ്വർഗമാക്കും. നോക്കിയോ, കാണിച്ചു തരാം. അതിനുള്ള പരിശ്രമത്തിലാണ് PC ജോർജ്. അതെ. കേരളത്തിന്റെ രക്ഷകനായിട്ടാണ് PC ജോർജ്. ഞാൻ രക്ഷകനല്ല, ഞാൻ കേരളം എന്ന സംസ്ഥാനത്തിന്റെ ഒരു എളിയ പൊതുപ്രവർത്തനം എന്ന നിലയിൽ എന്റെ കടമ നിർവഹിക്കുന്നതായി ഞാൻ മാറും. ഒന്ന് നമുക്ക് റിവേഴ്സ് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞതിലൊന്ന് ഞാൻ റിവേഴ്സ് ഇങ്ങനെ പോവാണേ, ഒന്ന് കറക്കി ഒരു സ്പീഡിലിട്ട് പോവാം. ഇപ്പൊ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞു, ഇതിനു മുമ്പ് പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ദൂരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്ന് കേരളത്തെ തകർക്കാൻ വഴക്കുണ്ടാക്കണ്ട. ഞാൻ പിണറായി വിജയനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്. അത് നല്ലത് ചെയ്തപ്പോഴാണ് നല്ലത് പറഞ്ഞത്. കാരണം ആ ഇലക്ട്രിസിറ്റിയിൽ 1767 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു 2.5 കൊല്ലം കൊണ്ട്. അയാളെ അഭിനന്ദിച്ചു, ബഹുമാനിച്ചു. അത് ഞങ്ങൾ കട്ടു. ലാവലിൻ കള്ളത്തരം, പിന്നെ സ്വർണ്ണ കള്ളക്കടത്ത്, ഇപ്പൊ കേരളത്തിലേക്ക് മോശം തെറി പറയുന്നു. അതിലെ അത്ഭുതമല്ലേ നീ? എന്റെ സംഭവത്തിൽ എന്നെ കാണുന്നത് പറയും, ഞാൻ സത്യം പറയും. ഞാൻ ആദ്യം UDF LDF നിന്ന് 2 മാറി പരീക്ഷിച്ചിട്ടുള്ളൂ പറയാൻ. ഞാൻ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി ഏതെങ്കിലും പാർട്ടി മാറിയ പറയാൻ പറഞ്ഞു, ഞാൻ കേട്ടേക്കാം. LDF നിൽക്കുമ്പം VS അച്യുതാനന്ദനെ മന്ത്രിയാക്കാൻ നോക്കിയില്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹമാണ് ഏറ്റവും പരിശ്രമിച്ചത്. ഞാനല്ലേ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതിന് അവിടെ പാർട്ടിയിൽ വഴക്കൊഴിവാക്കാൻ, ഒരു പാർട്ടിയിലും വഴക്കൊഴിവാക്കണം, ഉണ്ടാക്കിയിരിക്കരുതെന്ന് നിർബന്ധം എനിക്കുണ്ട്.
അത് കഴിഞ്ഞു ഇവിടെ വന്ന് ഉമ്മൻചാണ്ടി മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അറിയാമല്ലോ, അദ്ദേഹത്തെ മാത്രം രമേശ് ചെന്നിത്തലയെ അറിയാമല്ലോ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അറിയാമല്ലോ. അവരെല്ലാം കൂടെ വന്ന് മാണിയുടെയും ജോസഫിൻ്റെയും കാലെ പിടിച്ച് പറഞ്ഞില്ലേ എന്നെ കൂടെ മന്ത്രിയാക്കാൻ. 3 മന്ത്രിസ്ഥാനം നിങ്ങൾ എന്നോടും പറഞ്ഞു ജോറി മന്ത്രി ആകണം. ഞാൻ പറഞ്ഞു സാധ്യമല്ല. കാരണം എന്താണെന്നറിയോ, ജോസഫ് ചത്താൻ ഞാൻ മന്ത്രിയാകാൻ സമ്മതിക്കുകയാണ്. ജോസഫ് മാണിക്കാർ പിന്നെയും രഹസ്യമായിട്ട് ജോറെ ആയിക്കുമെന്ന് പറയും, പക്ഷേ ജോസഫ് സമ്മതിക്കില്ല. അപ്പം ഞാൻ മന്ത്രി ആകുക എന്ന് പറഞ്ഞാൽ ജോസഫുമായിട്ട് അടിച്ചു പിരിക്കുകയെന്ന്. ഞാൻ പാർട്ടിക്കകത്ത് വഴക്കുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, അവിടെ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു. സ്വയം ത്യാഗം ചെയ്യല്ലാതെ ഒരു കാരണവശാലും ഒരു സ്ഥാനത്തിന് വേണ്ടി ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല. ഇനി അതുണ്ടാകുകയില്ല. ഇപ്പോൾ BJP വന്ന് ഏതെങ്കിലും സ്ഥാനം ചോദിച്ചോളും ദേശീയ നേതാക്കന്മാരോട്, അവരെ ഏത് സ്ഥാനം തരാമെന്ന് അവർ ചർച്ചയ്ക്ക് അവർ തയ്യാറല്ലെന്ന്. 7 പ്രാവശ്യം MLA ആയ ഒരാൾ, സീനിയർ കേരള കോൺഗ്രസിന്റെ നേതാവ്, താങ്കൾക്കൊരു സ്ഥാനം തരില്ല എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ മണ്ടന്മാരൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചില്ലല്ലോ. തരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ചോദിക്കാത്തത്. അതല്ലെന്ന് വേണം ചോദിക്കാൻ പാടില്ല, ഇന്നത് വേണം ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം, അത് ആദ്യമേ ചർച്ചകൾ തന്നെ അവിടുന്ന് ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഒരു കമൻറ്റ് വന്നത് പറഞ്ഞു, സോറി ഞാനതിന് വന്നതല്ലെന്ന് പറഞ്ഞു. പച്ചയ്ക്ക് പറഞ്ഞു. അല്ല, ഈ പറഞ്ഞത് ഒരു കാര്യം പറയാം. ഇപ്പൊ പറഞ്ഞല്ലോ, എനിക്ക് അപ്പോൾ തോന്നുന്നത് ഞാൻ പറയും, അത് ആരാണെങ്കിലും പറയും. അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ പിണറായി വിജയന്റെ ഉദാഹരണം പറഞ്ഞു. മോദിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അന്ന് മോദി ചെയ്തതൊക്കെ തെറ്റായിട്ട് തന്നെ അന്ന് വിലയിരുത്തിയോ? അന്ന് വിലയിരുത്തത് തെറ്റായിട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മനസ്സിലായി? അതിന്ന് മോദി മാറി. മാറിയെന്ന് മാത്രമല്ല, മോദി എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി ഹൈദരലി ഒന്ന് ആലോചിച്ച് എന്താ ഇത്. ഞാൻ ആദ്യം ഇങ്ങനെ ചുമ്മാ ഒരു ഇപ്പം അടക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതിന് ഞാൻ കണ്ടത്. പക്ഷേ അതേ ഇപ്പം എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു. നിങ്ങൾ ആരും ലോക ജനതയുടെ മുമ്പിൽ ഒന്നാമത്തെ രാഷ്ട്രീയ നേതാവായിട്ട് ജനം 7 ചാനലോ 7 പത്രങ്ങളും കൂടി നടത്തിയ വലിയ ഗാലപ്പോളിൽ സർവേ പോലും 1-ാം സ്ഥാനം ലോകരാഷ്ട്രങ്ങളിൽ മോദിജിക്കാണ്. ആ മനുഷ്യൻ മോശം എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? അത് തന്നെയാണോ? പട്ടിണിയില്ലാത്ത നാടാക്കി മാറ്റിക്കൊണ്ടിരിക്കില്ലേ ഇന്ത്യ മഹാരാജ്യത്തെ? ഇന്ന് എവിടെ പോയി നിൽക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക പരിസ്ഥിതി മുഴുവൻ മാറ്റിമറിച്ചില്ല അദ്ദേഹം രാമക്ഷേത്രം പണിന്നുള്ള കുറ്റം. എന്ത് ന്യായമുണ്ട്? പറയുന്നതിന് ന്യായം വേണ്ടേ? ബാബരി മസ്ജിദ് തകർത്തു. ആരാ തകർത്തേ? ബാബർ എന്തിനാ അവിടെ അമ്പലത്തിനകത്ത് കെട്ടി പള്ളിയാക്കിയത്? എന്ത് ചരിത്രമാണ് പറയുന്നത്? ചരിത്രം സത്യമായിട്ട് പറയണ്ടേ? സുപ്രീം കോടതി പറഞ്ഞത് ഞാൻ ഈ പറയുന്നത്, അല്ല ഞാൻ വേറെ ആരും പറഞ്ഞ് ഞാൻ പറയാറ്. അതില് ഈ സുപ്രീം കോടതി പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞു. മോദി പറയുന്ന അഭിപ്രായം ഒന്ന് ആലോചിക്കണം. അവിടെ ക്ഷേത്രം പണിത് അത് അവിടെ അന്തസ്സായി, അതോടൊപ്പം അവിടെ മോസ്ക് പണിയാണ് നടപടി സ്വീകരിച്ചിരിക്കുക. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ മതേതര സ്വഭാവത്തിനൊരു തെളിവില്ലേ അത് അവിടെ മോസ്ക് പണിയാൻ? അവിടെ ചില മുസ്ലിം തീവ്രവാദികൾ, അത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദികളുണ്ട്, അവരല്ലാത്ത മുസ്ലിം സമൂഹവും മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മതേതരത്വത്തിൻ്റെ മഹത്വം അദ്ദേഹം കാണിച്ചു കൊടുക്കുകയല്ലേ. അതിനെപ്പറ്റി അവിടെ പള്ളി പണി അനുവദിക്കണോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം കോടതിയെയും നിയമ സംവിധാനത്തെയും ബഹുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടെന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം എന്ന് എൻ്റെ അഭിപ്രായം. അതാണ് അഭിപ്രായം. ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും എതിർത്തും പല കാര്യങ്ങൾ വിമർശിച്ചും നിൽക്കുന്ന ഒരാളാണ് DC ജോർജ്. ഒരു മാറ്റമില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പല കാര്യങ്ങളും എതിർക്കുന്നുണ്ട്. എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വീഴ്ച പറ്റിയിട്ടില്ല, അത് ഹൈദരലി അറിയണ്ട. എനിക്ക് വീഴ്ചയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. എൻ്റെ പ്രവർത്തനം, ആ പൊതുപ്രവർത്തനത്തിനകത്ത് ഞാൻ ആരുടെയെങ്കിലും ഏതെങ്കിലും സ്ഥാനം മേടിക്കാനോ ഏതെങ്കിലും സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആ എടുക്കുന്ന തീരുമാനം എൻ്റെ മനസ്സാക്ഷി ശരി എന്നതിന് കണ്ടുകൊണ്ട് മാത്രം അതിനെടുത്ത് പോയി. എന്നെ എത്രയോ ഉപദ്രവിച്ചിട്ടുണ്ട് പല ഭരണാധികാരികളും. ഞാൻ ഉപദ്രവിച്ചു? ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ദൈവം കൊടുത്തോളും. പക്ഷെ അതാ പ്രശ്നം, ഞാൻ ഒരുത്തൻ്റെ മുഖത്ത് നോക്കി പ്രാഗിയാലാവും പോക്കാം, യാതൊരു സംശയം വേണ്ട. കാരണം എൻ്റെ മനസ്സ് അത്ര ശുദ്ധമാണ്. അങ്ങനെ പ്രാകാരമുണ്ടല്ലേ? പ്രാകാറുണ്ട്. ചില ആളുകളെ പ്രാഗിയിട്ടുണ്ട്, കൊണ്ടാ പറഞ്ഞു. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, ജനത്തിനെല്ലാം അറിയാം. അത് ഏതാണ്ട് ചാനൽ ചർച്ച പറയുന്നത് ശരിയില്ല. അല്ല, അത് ആരാണെന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല, അറിയാറുണ്ടല്ലേ. എങ്കിലും അറിയാത്തവർക്ക് അറിയുന്നത് നല്ലതല്ലേ? വേണ്ട, പ്രാക്ക് പലിക്കുന്ന ആ APMമാരെ പറ്റി നീ ജനം അറിയണ്ട. അതുകൊണ്ട് അത്രയ്ക്ക് മോശമാണ്. അത്ര മോശം അല്ലേ? അത്രയ്ക്ക് മോശമുള്ളവരാണ്. പണ്ട് പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങി അല്ല, നമ്മുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ പുറകിലായിരുന്നു BJP നടന്നതെന്നാണ് പറഞ്ഞിരുന്നത്. BJPയിലേക്ക് വരൂ എന്ന് പറഞ്ഞു ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ്. ഒരു വാർത്താ സമ്മേളനത്തിൽ PC പറഞ്ഞല്ലോ. എത്ര കൊല്ലം മുമ്പ്? ഈ മോദി സർക്കാരിന്റെ സമയത്ത്,
കഴിഞ്ഞ തവണ 10 കൊല്ലമായി മോദി സർക്കാർ വന്നു. BJP-യിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ BJP വിളിച്ചു പറയാം. ആ. 2013 നമ്മുടെ ഈ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഈ പ്രതിമ സ്ഥാപനമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള BJP സംഘടിപ്പിച്ച പ്രോഗ്രാം ഉദ്ഘാടനം കോട്ടയത്ത് ചെയ്യാനായിരുന്നു. അന്ന് ഈ ബനിയൻ വിൽക്കുന്നുണ്ട്, സൗജന്യമായിട്ട് അവർ കൊടുത്ത്. ഞാനത് റിലീസ് ചെയ്ത് ബനിയൻ. അത് മോദിയുടെ പടമായിരുന്നു. അന്ന് വലിയ വാർത്തയായിരുന്നു. ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പറയുകയും ചെയ്തല്ലോ. അന്ന് തൊട്ടൊരു ചായ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് മോദിയുടെ പ്രവർത്തനം നല്ലതായി എന്ന് തോന്നിയ നിമിഷം മുതൽ അദ്ദേഹത്തോട് ബഹുമാനം. അത് കുറെ ആയില്ലേ ഇപ്പൊ തോന്നിയിട്ട്? ഒരു കുറച്ചു കാലമായി. കഴിഞ്ഞ ഇലക്ഷന് BJP-ക്ക് ഒന്ന് പിന്താങ്ങാമായിരുന്നു എന്ന് തോന്നിയോ? ഞാൻ അതും തോന്നില്ല. എനിക്ക് അവർ പിന്താങ്ങിയില്ലാത്തതുകൊണ്ട് എനിക്ക് നട്ടമൊന്നും വന്നില്ലല്ലോ. അവർ പിന്താങ്ങിയാൽ അവർക്ക് BJP-യുടെ സ്ഥാനാർത്ഥി കിട്ടിയ 3000 താഴെ വോട്ടാ. ഇനിയിപ്പം പിന്താങ്ങിയാലും കുഴപ്പമൊന്നും. അത്ര വോട്ടുള്ളൂ BJP-ക്ക്? അല്ല, BJP-യുടെ ആത്മാനുഭാവമുള്ള എനിക്ക് വോട്ട് ചെയ്യുന്ന ഉറപ്പല്ലേ, സംശയമില്ല. അതുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥിക്ക് 3000 വോട്ട് എന്ന് പറയുന്നത് അല്ലേ? പത്തനംതിട്ടയിലാണോ ലക്ഷ്യം? എനിക്കോ അങ്ങനെ ലക്ഷ്യമേ ഇല്ല. പത്തനംതിട്ടയിൽ നിൽക്കാൻ പാർട്ടി പറഞ്ഞാൽ നിൽക്കും, വിജയിക്കും എന്ന് ഉറപ്പ് 100%. വിജയിക്കും. എന്താ സംശയം? അതെങ്ങനെയാണ് BC വോട്ട് കൂട്ടി നോക്കുമ്പോൾ എങ്ങനെയാണ് BC അവിടെ ജയിക്കാൻ സാധ്യത? ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ 68,000 വോട്ടിന് താഴെയാണ് തോറ്റ സുരേന്ദ്രൻ. 68,000 കിട്ടിയോ? ഇടയ്ക്ക് CPM ഉണ്ട്, അത് വേറെ കാര്യം. ഇടയ്ക്ക് CPM ഉണ്ട്. CPM-ന് കിട്ടാവുന്ന മാക്സിമം വോട്ടാന്ന് കിട്ടി. ഇനി CPM കുറയല്ല, കൂടുതലാണ്. അപ്പോൾ ഈ 68,000-ൽ നിന്ന് ഒരു 35,000 വോട്ടും കൊണ്ട് വിളിച്ചാൽ സുരേന്ദ്രന് പോയായിരുന്നെങ്കിൽ സുരേന്ദ്രൻ MP ആയിരുന്നു. അത് ഞാനാണെങ്കിൽ 1,00,000 വോട്ട് ഞാൻ തിരിച്ചോളാം, പേടിക്കണ്ട, ധൈര്യമായിട്ട്. അത്ര ഉറപ്പാണ്? ഒരു സംശയം എന്താ, എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇലക്ഷന് നിർത്തി പരാജയപ്പെട്ടു, ഗവർണർ ആകാൻ വല്ല താല്പര്യമുണ്ടോ? എനിക്ക് പറ്റിയല്ല. അതെന്നാന്ന് വെച്ചാൽ ഗവർണറാണ് എനിക്ക് പറ്റിയല്ല പറയാൻ. ചുമ്മാ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ ബ്രഹ്മാണ്ഡമായ കെട്ടിടം ഒറ്റ ചെയ്യുമ്പോൾ വായും പിടിച്ച് കുത്തിയിരിക്കുക. എന്നെ കൊണ്ട് പറ്റിയല്ല, ഒരിക്കലും സാധ്യമല്ല. ഒരു കാര്യമില്ല. എന്ത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായതുകൊണ്ട് ഇരുന്നോട്ടെ എന്നുള്ളൂ, ഇല്ല വേണ്ടെന്ന് പറയുന്നുള്ളൂ പ്രകാരം. അതല്ലേ? ഓരോ സ്റ്റേറ്റ്, UP ഒരു വലിയ സ്റ്റേറ്റില്ലേ, അവിടെ ഇപ്പം എല്ലാം പ്രസിഡന്റ് നോക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പം ഒരു സംവിധാനം എന്തെങ്കിലും ഗവർണർ പോട്ടെന്നേ അതേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അത് മാറ്റാൻ പോയി അതിൽ കൂടുതൽ പ്രശ്നമാകും. ഗുണമില്ല, ആവശ്യമില്ലെന്നേ എൻ്റെ പ്രാധാന്യം. ഗവർണർ എന്ന് പറയുന്ന ഒരു അത്യാവശ്യമുള്ള കക്ഷി, ഒരു വസ്തുവല്ല എന്ന് വിചാരിച്ച് കേരളത്തിലെ പോലെ ഒരു ഗവർണറെ അപമാനിക്കുന്നതും ശരിയല്ല. അദ്ദേഹം ചെയ്യുന്നതും ശരിയല്ല. അദ്ദേഹം ചെയ്യുന്നത് ശരിയാകുന്ന എവിടെയാണ്? അദ്ദേഹം ഒരു ഗവർണർ തെരുവിൽ ഇറങ്ങി കസേര ഇട്ടിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഒരു ഗവർണർക്ക് അതും ചെയ്യാൻ കഴിയും. PC ജോർജിന് ചീമട്ട എറിഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ? അത് PC ജോർജ് വണ്ടി പോകുമ്പോ ചീമട്ട തൊഴിലിൽ എറിഞ്ഞിട്ടുണ്ട്. PC ജോർജ് നാട്ടുറോട്ടിൽ ഇറങ്ങി മാറി നിന്നിട്ട് ഇറങ്ങി. അത് ചീമട്ട എറിഞ്ഞപ്പോഴാണ്, ഗ്ലാസി വന്ന് വീണപ്പോഴാണ് PC ജോർജ് ഇറങ്ങി. ഇത് എവിടെയോ നിന്ന് കരികോടി കാണിച്ചു, അവിടെ അല്ല. ഈ ഗവർണറുടെ കാറിട്ടൊക്കെ അടിക്കാന്ന് പറഞ്ഞാൽ മര്യാദയല്ലേ നീ? അത് അതിൽ മനസ്സിലാക്കണം. പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പറ്റം കുട്ടിക്കുരങ്ങന്മാർ ചെയ്യുന്നതാണ്. അതിന് ഇതെല്ലാം മരുന്നില്ല. അതുകൊണ്ട് അതിനെ അനുകൂലിക്കുക. അല്ലെ ഗവർണർ റോഡ് ഇറങ്ങിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ അങ്ങനെ ഇറങ്ങിയിരുന്നപ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. അവരൊക്കെ അകത്ത് പോയി, അവരൊക്കെ അകത്ത് പോകേണ്ടി വന്നു. ഗവർണർക്കുള്ള പ്രത്യേക അധികാരം ഉണ്ട്. ആ അധികാരപ്രകാരമുള്ള സെക്ഷൻ 24 അനുസരിച്ച് കേസെടുത്തു. ജാമ്യം കിട്ടിയില്ല. മര്യാദ പിടിച്ചു. ഒരു പെണ്ണ് കിടന്ന് കരയുന്നില്ല, അയ്യോ എന്നും പറഞ്ഞ് വീട്ടിൽ പോലും പറയാതെ വന്ന് ഈ സഹാക്കന്മാരുടെ കുളത്തരത്തിന് പോയി കൊടുത്തതാണ്. കരഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അപ്പം ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് ഈ ജനങ്ങൾ അറിയണമെങ്കിൽ ഇങ്ങനെ നടപടി വേണം. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ RSS പ്രവർത്തകനാണ്, അയാളങ്ങനെ കൂടുന്നവനല്ല. അതാണ് അതിൻ്റെ സംഭവം. സ്വഭാവ വ്യത്യാസമല്ലേ? എത്രയോ പാർട്ടിയിൽ മാറി പോയതല്ല, അയാൾ ഇപ്പോഴും RSS ആണ്. അല്ല, പാർട്ടികൾ മാറി വന്നിട്ട് RSS കാരനാണ്. അല്ല, ആദ്യമല്ലേ അയാൾ RSSന്റെ ചെറുപ്പം പോലുള്ള RSS കാരനാണ് അയാൾ. പിന്നെ RJD അതിങ്ങനെ പാർട്ടിയിലേക്ക് നിന്നിരുന്നു. പക്ഷേ അവസാനം അയാൾ മന്ത്രിയായി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വന്നിട്ടുള്ളത്. പക്ക RSS കാരൻ തന്നെയാണ്. അതെ, പക്ക RSS. ആ RSSന്റെ ഗുണമൊക്കെ ഇവിടെ കാണിക്കും. അതെ, MP എന്ന് അല്ല, ഇദ്ദേഹം അങ്ങനെ പേടിച്ചോടുകയല്ലെന്ന് ഞാൻ പറയാം. ഏത് പേടിച്ചോടില്ല? ഓടില്ല. അതാണ് പറഞ്ഞത്. RSSന്റെ ഇവിടെ കാണിക്കും. ഒരു ഉദാഹരണം, ഈ RSS ഇതുപോലെ പ്രവർത്തിക്കുക. കേരളത്തിലെ ചരിത്രം ഒന്ന് ചോദിക്കുക. ഈ സഹാക്കന്മാരുടെ അവിടെ എത്ര വലുതാണ്. ആ ചന്ദ്രശേഖരനെ 52 വെട്ട് കിട്ടിയത് പോട്ടെ, നമുക്കെല്ലാവർക്കും അറിയാം. രമ എത്ര പ്രാവശ്യം കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. 200ഓളം RSS പ്രവർത്തകരെ ഈ പിണറായിയുടെ ഗുണ്ടകൾ വെട്ടിക്കൊന്നിട്ടുണ്ട്, അറിയുമോ? 200ഓളം RSS പ്രവർത്തകരെ
തീർന്നില്ല. പിണറായിയുടെ ഏറ്റവും പിന്തുണ കൊടുക്കുന്ന പോപ്പുലർ ഫ്രണ്ടും SDP അവന്മാരുടെ ഗുണ്ടായുസം കൊണ്ട് 26 RSകാർ മരിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഒന്ന് ആലോചിച്ച്. എന്നിട്ട് RSനെ തകർക്കാൻ പറ്റുമോ? RS ഇപ്പോൾ ശക്തമായിട്ട് പോവില്ലേ? കഴിഞ്ഞ ദിവസമല്ലേ 15 പോപ്പുലർ ഫ്രണ്ടുകാരോട് ഒരുമിച്ച് തൂക്കാൻ മരിച്ചത്. ഒരു പാവപ്പെട്ട നല്ലവനായ നാട്ടിലെ ജനകീയനായ ഒരു RS നേതാവിനെയാണ് ഉമ്മാൻ വെട്ടിക്കുന്നത്. ഒരു കില ആ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും അമ്മയുടെയും പിന്നെ വെച്ച്. നികൃഷ്ടന്മാരാണെന്ന് ഇവന്മാർ. ഒരു സംശയം, പിണറായി നികൃഷ്ടനാണ്. BJPയിലേക്ക് ചേക്കേറിയപ്പോൾ RSSും BJP ആയിട്ടുള്ള ആത്മബന്ധം എങ്ങനെയെന്ന് പഠിച്ചിരുന്നു? എനിക്ക് അത് ഞാൻ പറയാം, ആത്മബന്ധം അത് പഠിക്കാറായില്ലല്ലോ. അത് എങ്കിലും BJP രാഷ്ട്രീയ പാർട്ടിയാണ്. RSS എന്ന് പറഞ്ഞ സ്വയം സേവാ സംഘമാണ്. അവർ ഇങ്ങനെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ കാര്യത്തിലും ഇടപെടാറില്ല. പക്ഷേ BJPയുടെ നേതാക്കന്മാർ സെറ്റായ നിലയിൽ പോകുന്നുണ്ടാൽ നിയന്ത്രിക്കാൻ അവർ മടിക്കുകയില്ല. ഞാൻ അവരെയൊക്കെ ടീക്കാനുള്ള എൻ്റെ അഭിപ്രായം അതാണ്. മോശമല്ല, അവർ നന്നായി വരട്ടെ. അപ്പോൾ PC ജോർജിന്റെ മുകളിലൊക്കെ RSSനൊരു നോട്ടവും കൈയും ഉണ്ടാവും. എല്ലാവരുടെയും നോട്ടം കൈ എന്ന നില വേണമെന്ന് ഞാൻ പറയുന്നത്. അല്ലെ ഞാൻ നന്നാകണ്ടേ, തെറ്റാകാൻ പാടില്ല. നന്നായി പോകണമെങ്കിൽ എല്ലാവരും അരി ഉൾപ്പെടെ എന്നെ നോക്കിക്കോണമെന്ന് ഞാൻ പറയുന്നത്. അല്ല, PC ജോർജിനെ പണ്ട് പറയണ്ട് എന്തിനാ അപ്പൊ എന്നെ തന്നെ ഞാൻ എത്ര നന്നായി നന്നാവില്ല എന്ന് പറയണ പോലെയാണ്. എവിടെ കയറിയാലും എന്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് PC ജോർജ്. അല്ല ഇതായി കുഴപ്പം. ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് അല്ലേ? അല്ലെ നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞൊക്കെ ശരിയല്ലേ? ശരി പറയുമ്പോൾ പിന്നെ അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ടോ? PC ജോർജിന് ഒരു പാളിച്ച പറ്റിയത് ഞാൻ കണ്ട് ഒരു ഫോൺ സംഭാഷണം പുറത്തു പോയതാണ്. PC ജോർജിന്റെ ലൈഫിനെ ഒന്ന് പ്രശ്നമായ ഏതാന്ന് പറഞ്ഞു ചക്കര എന്നുള്ള വിളി. എന്റെ ദൈവം, ഞാൻ എല്ലാ പെണ്ണുങ്ങളും ചക്കര എന്നാ വിളിക്കുന്നത്. അത് കിടന്നു പോയെന്ന് തോന്നിയോ? ആ ചക്കര വിളി ഇപ്പോഴും ആ കൊച്ചിന് ചക്കര പെട്ടെന്ന്. പിന്നെ എന്തിനാണ് അത് ലീക്ക് ഔട്ട് ആയി പോയത്? ലീക്ക് ഔട്ട് ആയപ്പോൾ ഞാൻ എൻ്റെ മോളെ ആർക്കും കൊടുക്കുമല്ലോ, കുളിച്ചു വെച്ചോളം വല്ലതും ഉണ്ടോ? അത് ആരെ അവളെ കേൾപ്പിച്ചോളാൻ പറഞ്ഞാൽ ഞാൻ ചക്കര പെണ്ണെന്ന്. അവളെ മാത്രമല്ല, ഞാൻ എൻ്റെ കുഞ്ഞു വെച്ചുണ്ട് അമ്മുക്കുട്ടിയെ ചക്കര എന്ന് വിളിക്കും, ചക്കര കൊച്ചെന്ന് വിളിക്കും. എത്ര പെണ്ണുങ്ങളെ ചക്കര പെണ്ണെന്ന് വിളിക്കുന്നത്? അതിന് ഒരു സ്നേഹം, ആ സ്നേഹം കൊടുക്കുന്നത്. എനിക്ക് ഈ ആ പെണ്ണിൻ്റെ പേര് പറയാൻ പാടില്ലാത്ത പറഞ്ഞത് അവളോട് എനിക്ക് വൈരാക്കില്ല. പാവം ശുദ്ധിയായ പെൺകുട്ടി, അവളെ നശിപ്പിച്ചില്ല നാറി രാഷ്ട്രീയക്കാരെല്ലാം കൂടെ. എനിക്ക് അവളോട് കൊച്ചോട് സഹതാവുക. അതുകൂടെ അതിനെപ്പറ്റി പറഞ്ഞത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെ മറ്റൊരു ഫോൺ കോളും വാങ്ങി. ഏതാ? ഈരാറ്റുപേട്ടെന്നൊരു ഫോൺ കോള് മുസ്ലിം ആളുകളെ കുറിച്ച്, അതും ലീക്കൗട്ടായി. അതും ഒരു പരാജയത്തിലേക്ക്. പറയാം, അത് പരാജയമല്ല. ആ ഫോൺ കോൾ എന്റേതല്ല, എന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തതാണ്. ആ PC ജോർജ് വാദിച്ചിട്ടില്ലോ ഇതുവരെ? വാദിച്ച് ജയിക്കാൻ നോക്കിയിട്ടില്ലോ? എന്റെ എല്ലാ ശബ്ദവും മാപ്പ് വരെ പറഞ്ഞു നോക്കി. അങ്ങനൊന്നും പറയണ്ട. ഞാനത് പറഞ്ഞ വ്യക്തമായിട്ട് എന്റേതല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്റെ നാട്ടിലുള്ള ആളുകൾക്കല്ല എന്റേതല്ലെന്ന് ബോധ്യമുണ്ട്. അത് മതി എനിക്ക്. എല്ലാവരും ബോധ്യപ്പെടുത്തി എനിക്ക് എന്നാ കിട്ടാനാ? എനിക്ക് എന്നാ കിട്ടാൻ? ഈരാറ്റുപേട്ടയിൽ നിന്നും പൂഞ്ഞാറിൽ നിന്നും 7 തവണയാണെന്ന് തോന്നുന്നു. 7 തവണയും അല്ലെ 7 തവണയും വിജയിച്ചു വന്നെങ്കിൽ അവിടെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് കൂടിയാണ് വിജയിച്ചത്. മുസ്ലിങ്ങളുടെ അല്ല, മനുഷ്യന്റെ വോട്ട് മേടിച്ചാണ് ജയിച്ചത്. അന്ന് അങ്ങനെയല്ല പറഞ്ഞത്, മുസ്ലിങ്ങളുടെ വോട്ട് എന്നാ പറഞ്ഞിരുന്നത്. മുസ്ലിം ഏത് കല്യാണ വീട്ടിലും മുസ്ലിങ്ങളെ കല്യാണ വീട്ടിലും മടിക്കുത്തു എത്തി അടുക്കളയിൽ വരെ ചെന്നുന്ന ഒരു PC ജോർജ് ആയിരുന്നു അവർക്ക് ആവശ്യം അവരെ കണ്ടുകൊണ്ടിരുന്നത്. PC ജോർജ് അങ്ങനെ ചെയ്ത് PC ജോർജ് ഇട്ട കുപ്പിയിൽ ഇറക്കിയത് അവന്മാരി. അപ്പൊ അത് മര്യാദയാണ്. PC ജോർജ് ആ സംഭാഷണമല്ലേ അവരെ അല്ല, ആ സംഭാഷണം പിന്നെ ഉണ്ടാക്കിയതില്ലേ അവന്മാര്. ആ സംഭാഷണമൊന്നുമല്ല. എന്നാ സംഭവം? SDP ഗുണമില്ലാത്തവന്മാരാണ് ഞാൻ പറഞ്ഞു. അവന്മാർ കാണിക്കുന്നത് പൂക്കൃത്തരമായത്. ഇനി ഞാൻ എപ്പോഴാണ് SDP വളർത്താൻ നിന്ന് കൊടുത്തത്? അവരുടെ സേവനം വെച്ച്. പക്ഷേ അവർ പാർട്ടിയിൽ നിന്ന് ഒരാൾ രാജിവെച്ചു. അവനെ കാലുവെട്ടി. അന്നേരം ഞാൻ വിളിച്ചു, കാലുവെട്ട് പാർട്ടിയാണ്, ഞാൻ നിങ്ങൾക്ക് പിന്തുണയില്ലെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മുടെ വാദ്യാരുടെ കാലും വെട്ടി. അന്നേരം ഞാൻ വിളിച്ചു ചോദിച്ചത്, മോശം പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവരെ ഒന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും അവസാനം നമ്മുടെ മഹാരാജ് കോളേജിൽ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന അഭിമന്യു എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരൻ കൊച്ചൻ, വളരെ മിടുക്കനും മാന്യനും. അവനെ നമ്മുടെ എറണാകുളത്ത് 22ഓളം BJP ഈ SDP നേതാക്കന്മാരെ എന്ന് വെട്ടിക്കൊന്നു. മനസ്സാക്ഷിയുണ്ടോ അവന്മാർക്ക്? അവൻ്റെ തെറ്റെന്ന് അവനിങ്ങനെ SFIക്കാരനായി പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ഇവന്മാരുടെ വിദ്യാർത്ഥികളിൽ വളർച്ചയില്ലെന്ന്. അതുകൊണ്ട് അവനെ കൊന്നിച്ച് പോപ്പുലറിനെ വളർത്താൻ അന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി പിരിഞ്ഞ. പിന്നെ ഇവന്മാരുടെ ഒരു സ്നേഹമില്ല. അതാണ് പേട്ടയിലുണ്ടായത്, അതല്ലാതെ വേറൊന്നും പേട്ടയിലുണ്ടായിട്ടില്ല. മുസ്ലിങ്ങളോട് സ്നേഹമുണ്ടോ? അങ്ങനെ മുസ്ലിം മനുഷ്യനല്ലേ അവരെ സ്നേഹിക്കാതിരിക്കുന്നത് എങ്ങനെ? എല്ലാ ദിവസവും എത്ര മുസ്ലിംകാർ വീട്ടിൽ വരുന്നത്? ഏത് കാര്യത്തിനും എല്ലാം ചെയ്യാവുന്ന എല്ലാം ഞാൻ ചെയ്യുകയും ചെയ്യും, ഒരു സംശയമില്ല. ഈ BJP ചേരാൻ പോയപ്പോൾ കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാരെ കണ്ടു എന്നാണ് പറഞ്ഞത് അല്ലേ? എല്ലാ ബിഷപ്പുമാരെയും കണ്ടു എന്ന് പറഞ്ഞു പോയി. ഇന്നലെ ഒരു ദീപിക എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്, ഞങ്ങളൊന്നും മറന്നിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. കണ്ടിരുന്നല്ലോ അല്ലേ, മണിപ്പൂർ വിഷയമായിട്ട് ബന്ധപ്പെട്ട്?
ദീപി എന്ത് ഊളത്തരം പറയുന്നുള്ള എനിക്ക് പ്രശ്നമല്ല. ദീപിയെ പോലെ ഒരു ഊളപ്പത്രം ലോകത്തില്ല എന്ന് പറയേണ്ടി വരുമെന്ന് എനിക്ക് ദുഃഖമുണ്ട്. ഞാനത് ആഗ്രഹിക്കുന്നില്ല പറയാൻ, നിവൃത്തിയില്ലത് പറയും. ഇവിടെ മണിപ്പൂരിൽ എന്താ ഉണ്ടായിരിക്കുന്നത്? മണിപ്പൂരിലുണ്ടായിരിക്കുന്ന കുക്കി മൈദി 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഉടുപ്പകയാണ്. ഇതെന്നുള്ളതായത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്, അറിയാമോ? ഇത് വംശീയ കലാപമാണ്. അത് ഒരു ദിവസം കൊണ്ട് തീരുമോ? അപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇതുപോലെ മണിപ്പൂരിൽ കൊലപാതകം ഉണ്ടായി. അപ്പം നെഹ്റു രാജിവെച്ചോ? മൊറാർജി ദേശായിയുടെ കാലത്തുണ്ടായി, ശാസ്ത്രിയുടെ കാലത്തുണ്ടായി, ഇന്ദിരാജി എത്ര പ്രഗത്ഭയാണ്, അവരുടെ കാലത്തുണ്ടായി, രാജീവ് ഗാന്ധിയുടെ അടുത്തുണ്ടായി. അപ്പോൾ എല്ലാവരും രാജിവെക്കണമല്ലോ. മോദി മിണ്ടിയില്ലെന്ന്. മോദി ആർക്ക് വേണ്ടി മിണ്ടണം? മിണ്ടിയാൽ തീർന്നില്ല. മിണ്ടിയാൽ വീണ്ടും കൊലപാതകം നടക്കും അവിടെ. ഇത് വേറെ രസം മനസ്സിലാക്കണം. പള്ളി തകർത്തെന്ന്. ആരുടെ പള്ളി? മൈദൈ പള്ളി ആരാ തകർത്തത്? കുക്കി കൃത്യം കുക്കികളെ വന്ന് മൈദൈ പള്ളി തകർത്തത്. കുക്കിയുടെ പള്ളി തകർത്തത് മൈദൈ ക്രിസ്ത്യാനി. രണ്ടും ക്രിസ്ത്യാനിയാണ്. അതാവുമ്പോൾ നൂറ്റാണ്ടുകളായിട്ടുള്ള വംശീയ പ്രശ്നമായത്. അത് തീരുകയില്ല. അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ മോദി ബോധമുള്ളവനോട് വരുത്താൻ പറഞ്ഞു അതിൻ്റെ പേര് കൊലപാതകം നടക്കും. PC അങ്ങോട്ട് പാർട്ടിയിൽ BJP ചേർന്നു ഉടനെയാണ് ദീപിക എഡിറ്റോറിയൽ എഴുതിയത്. അത് PC ഉന്നം വെച്ചിട്ടുള്ള എഴുത്താണ് PC പറഞ്ഞതിന്. ദീപികയുടെ എഡിറ്റോറിയൽ എന്തൊരു നാണം കെട്ട പത്രം. അതിനെപ്പറ്റി ഒരു പത്രത്തെ പറ്റി മോശം പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. മര്യാദ കെട്ടന്മാരെ ബിഷപ്പുമാരെല്ലാം ആ പത്രം വായിക്കുന്നുണ്ടോ? അത് ഞാൻ പറയാം. ബിഷപ്പുമാരോട് പറയാം, പിതാക്കന്മാരോട് പറയുന്നത് ശരിയല്ല പിതാവെന്ന് ഞാൻ പറയാം. എല്ലാ ക്രിസ്ത്യ വീട്ടിലും ആ പത്രമുണ്ട്. ഇല്ല, തെറ്റാ. PC വായിക്കുന്നുണ്ടെന്ന് എൻ്റെ അറിവ്. ഞാൻ എല്ലാ പത്രവും വായിക്കും. PCയുടെ വീട്ടിലിടുന്നുണ്ട് എല്ലാ പത്രവും. ദേശാഭിമാനി എല്ലാ പത്രവും വായിക്കും. ദേശാഭിമാനി വായിച്ച കാലമുണ്ട്. ഇല്ല, ദേശാഭിമാനി റോഡിലിട്ടേക്കാൻ പറയും. ഞാൻ എടുത്ത് വായിക്കാം. LDF നിന്നപ്പോഴും LDF നിന്നപ്പോൾ റോഡിലിട്ടേക്കാൻ പറയും. അത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന തൂത്തി ഞാൻ തോട്ടിലിട്ടിട്ട് ഞാൻ വായിക്കാം. ഇതുപോലെ നുണ മാത്രം എഴുതൊരു പത്രം ലോകത്തുണ്ടോ വലിയെന്ന് ആലോചിച്ച് സത്യം ഞാൻ വായിക്കാം. അതിന് ദീപികയും അതുപോലെ തന്നെയാണ് ഇപ്പോൾ മനസ്സിലായത്. ദീപിക അതിന് തുല്യമായി മാറുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ PC ജോർജ് ഇതേക്കുറിച്ച് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എഡിറ്റോറിയൽ ഇതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല ഓർമ്മപ്പെടുത്തി. PC ജോർജിനൊക്കെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നതാണ്. മറന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോലും അറിയാവുന്നവരെ മറക്കുന്നത്. ദേവി എന്ത് ഓർക്കാനാണ്? ചുമ്മാ വർത്തമാനം പറയുന്നു. ആ പത്രത്തെ പിന്നെ കൂടുതൽ എന്നെ കൂടെ പറയിക്കരുതില്ല. ഞാൻ കടുപ്പിച്ച് പറയും. അറിയാമല്ലോ. PC പറയും. PC അല്ല, ഇത് കണ്ടപ്പോൾ എല്ലാവരും വിലയിരുത്തിയതാണ്. PC ചേർന്ന ഉടൻ തന്നെ PC ചേരുകയും സുരേഷ് ഗോപി കൊണ്ട് മാതാവിന് കിരീടം വെച്ചപ്പോഴാണ് ഇത് എഴുതാൻ തോന്നിയത് അവർക്ക് എന്നാണോ? സുരേഷ് ഗോപി കൊണ്ട് മാതാവിന് കിരീടം വെച്ചപ്പോൾ ആ കിരീടം തട്ടിയിട്ടേച്ച് അതൊരു ഫോട്ടോഗ്രാഫറിന്റെ കൈ കൊണ്ട് പോയതല്ലേ? അത് എല്ലാവരും കണ്ടതല്ലേ? എന്നിട്ട് ആ സുരേഷ് ഗോപിയെ കുറ്റം പറഞ്ഞ് ശരിയാണോ? അത് പറഞ്ഞ ക്രിസ്ത്യാനിയുണ്ട് ഇതിനകത്ത്, നാണം കെട്ടന്മാര്. സുരേഷ് ഗോപി കൊണ്ട് ഒരു മാതാവിനൊരു കിരീടം വെച്ചു. അത് ഫോട്ടോഗ്രാഫറുടെ കൈ കെട്ടി ഇത് കൊണ്ട് താഴെ പോയി. അത് സുരേഷിന് ഗോപിയുടെ കുഴപ്പമാണ്. അത് ആ മര്യാദ പറയാനുള്ള മര്യാദ കാണിക്കുന്നതിന് പകരം അതിന് വർഗീയത പറയുന്നത് ശരിയാണ്. ആ മനുഷ്യൻ എത്ര നല്ലവനാണ് സുരേഷ് ഗോപി. സമുദായ മതം നോക്കിയാണ് അയാൾ പ്രവർത്തിക്കുന്നത്. അയാളുടെ നല്ല പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്, അതിന് പകരം കുറ്റം പറയുക. ഇതിനൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാൻ പാർട്ടിക്കപ്പുറം സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്ന ഒരാളോ, പാർട്ടിയിലല്ലോ. പിന്നെ പാർട്ടിക്കപ്പുറം സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്ന, മനസാക്ഷി കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എവിടെ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ചോദിച്ചിട്ടേ, സിനിമാ ലോകത്ത് എല്ലാ നടന്മാരും ഉണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ ദിലീപ്, ഇങ്ങനെ എത്ര എണ്ണമുണ്ട്. ഇതുപോലെ പേരുദോഷമില്ലാത്ത, പെൺവിഷയത്തിൽ പേരുദോഷമില്ലാത്ത ഒരു നടന്റെ പേര് പറഞ്ഞ് കേൾക്കട്ടെ. അതാണ് അങ്ങനെ ഒരു ക്വാളിറ്റി. ഇന്ന് വരെ സ്ത്രീ സംബന്ധം ഒരു പരാതി അദ്ദേഹത്തിന് കേൾപ്പിക്കാൻ ഇവരാരും നോക്കിയിട്ടുണ്ട്. ഈ ബിഷപ്പുമാർ പറയുന്നതെല്ലാം കേൾക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അങ്ങനെ എന്ത് അരിയാലി ഈ നാട്ടിലല്ലേ? അല്ല, ഞാൻ ചോദിക്കുക, മെത്രന്മാർ പറയുന്നത് മുഴുവൻ കേട്ട് ജീവിക്കാൻ പറ്റും. ഇലക്ഷൻ വരുമ്പോൾ എന്തിനാണ് ഈ പാർട്ടി മെത്രാന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ മെത്രാന്മാർ ഇടപെടാറില്ലെന്ന്, അത് ചുമ്മാ അവരെ പറയുക. ഇപ്പം ഞാനൊരു മെത്രാൻ വന്നിരുന്ന് അരമനെ കയറി ചിറങ്ങിച്ച് മെത്രാൻ എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ മെത്രാനുണ്ടോ നിഷേധിക്കാൻ പറ്റില്ല, എനിക്ക് സമയമുണ്ടോ അതിന്? അദ്ദേഹം അതിന് പോവില്ല. അദ്ദേഹത്തിൻ്റെ സമുദായവും മതപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകല്ലാതെ രാഷ്ട്രീയക്കാരനെ ഒരു പുറകെ നടക്കുന്ന ജോലിയൊന്നുമില്ല അദ്ദേഹത്തിന്. ഇതിന് വൃത്തികൾ പറഞ്ഞ് എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒത്തിരി പിതാക്കന്മാരെ ഫോണിൽ ബന്ധപ്പെടുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പേര് പറയാത്ത മനഃപൂർവ്വം. പലരും എന്നെ തലക്കെ വെച്ച് അനുഗ്രഹിച്ചു. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞവരും ഉണ്ട്, BJP ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞവരും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, പക്ഷെ ആരും പേര് പറഞ്ഞാൽ അവരൊക്കെ പിന്തുണ ഉണ്ട്. പിന്നെ സംശയം എന്താ? അവര് പറഞ്ഞ കുറച്ച് വോട്ടും കിട്ടും. ഞാൻ പറയാം, പിതാക്കന്മാർ പറഞ്ഞ് വോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അബദ്ധമാണ്. കിട്ടില്ല അല്ലേ?
അങ്ങനെ പിന്നെ എന്തിനാ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ എപ്പോഴും പറയാം. അരമനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു ബഹുമാനം, ഒരു ആദരം അത് മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. അരമനയിലേക്ക് ഓടി ഓടി എത്തുന്നുണ്ട്. ഞാൻ പറയാം, PC യും പോകാറുണ്ടായിരുന്നു. ഞാൻ പോകാറില്ല. 80-ൽ ഇലക്ഷൻ നിൽക്കുന്നതിന് പോയി കാണാൻ പോയി, വോട്ട് നിൽക്കുന്ന പറയാം. അപ്പം എൻ്റെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞ ആ പിതാവിൻ്റെ പെങ്ങളുടെ മകൻ്റെ മകനാണ്. കാഞ്ഞിരപ്പള്ളി പോയവരും അതേ പറഞ്ഞു. അല്ലല്ലോ, പാലായിൽ പാലായില് 80-ലാണ്. ആ ഞാൻ ചെന്നിങ്ങനെ സ്ഥാനാർത്ഥി പറഞ്ഞു, നിന്നോടാരാ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞതെന്ന്. ഞാൻ ഇങ്ങനെ നിൽക്കുന്നെന്ന് പറയാമെന്ന്. നീ നിൽക്കണ്ട. അപ്പം എനിക്ക് സൗകര്യമുണ്ടാ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളല്ല ചോദിച്ചു, ഞാനാ നിൽക്കുന്നു. നിൽക്കുന്നുണ്ട്, സൗകര്യം തമ്മിൽ ചോദിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ ജയിച്ചില്ലേ? ജയിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ കാണാൻ ചെല്ലുന്നു, എനിക്ക് സൗകര്യമില്ലെന്ന്, ഞാൻ പോയില്ല. ഞാനങ്ങനെ നീ എനിക്ക് വേണ്ട, എന്നെ വേണ്ട, എനിക്കും വേണ്ട. അവസാനം എൻ്റെ കല്യാണം ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കണം, എനിക്ക് മെത്രാൻ കെട്ടിക്കണ്ട, ഈ വിചാരിച്ചും കെട്ടിച്ചാൽ മതി. കല്യാണത്തിന് മുമ്പുള്ള സംഭവം. ഞാൻ മെത്രാൻ കെട്ടിച്ചാലും മുറുകണമെന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടുന്നില്ലെന്ന് പറഞ്ഞു. അച്ഛൻ സൗകര്യം കെട്ടിച്ചാൽ മതി. അങ്ങനെ അച്ഛനായി. അത് കഴിഞ്ഞ് അച്ഛൻ എന്നെ വിളിച്ചു. പിതാവിന് വലിയ സങ്കടമാണ്, അദ്ദേഹത്തിന് വരണം എന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം ഈ മെത്രാൻ വന്ന് കല്യാണം കിടത്തുമ്പം അരമനയിൽ നിന്നൊരു സ്വർണ്ണമാല കൊടുത്തിടും. ചെറുക്കൻ പോയി ആ മാലയിട്ട് മെത്രാൻ സ്വീകരിക്കണം കല്യാണത്തിന് മുമ്പ്. അപ്പം വിചാരിച്ച് എന്നെ വിളിച്ചു, ആ മാല ഇവിടെ എത്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാതെയാ, 2000 രൂപ അന്ന് കൊടുക്കണം. ഞാൻ എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു. ഉടനെ അച്ഛൻ വിളിച്ചു, അതങ്ങനല്ല, പിതാവിൻ്റെ ആഗ്രഹമാണ്, നമ്മൾ സ്നേഹം കാണിക്കണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിതാവ് വന്നു, ഞാൻ മാലയിട്ട് പുള്ളിയെ കെട്ടിച്ചു. എനിക്കൊരു വിരോധമില്ല, എനിക്ക് നിർബന്ധമില്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അത് എത്ര വലിയവനായാലും അത് എത്ര വിലയാണ്, അത് തുറന്നു തന്നെ പറയും. ഇപ്പോഴും ഈ പാലാ രൂപതയും കാഞ്ഞിരപ്പള്ളി രൂപതയൊക്കെ, ഞാൻ ഒരു കാര്യം പറയണം, പാലാ രൂപത പോലൊരു പരിശുദ്ധമായ പിതാവിരിക്കുന്ന സ്ഥലം ലോകത്തില്ല. അതിൽ പരിചയപ്പെടുന്ന വലിയ മനുഷ്യനെ, കല്ലറങ്ങാട്ട് പിതാവിനെ, ഇത്രയും അറിവുകളുള്ളൊരു മനുഷ്യൻ, ഒരു മനുഷ്യനോട് പിണക്കമില്ലാത്തവൻ. ഞാൻ എൻ്റെ കൊച്ചച്ഛനായിരുന്നു അരുവിത്രപ്പള്ളിയിലെ, അതാണ് എൻ്റെ ബന്ധം. നമ്മുടെ കയ്യൂര വീട്, ആ വീടുകാരെല്ലാം ഞാനോട് ബന്ധമുള്ളവരാണ്. ഇത്രയും നല്ലൊരു ബിഷപ്പ്. ഞാനിങ്ങനെ സ്ഥിരം പള്ളിയിൽ പോകാൻ തുടങ്ങിയാണ് ഈ ബിഷപ്പ് വന്നതിന് ശേഷം. മറ്റേ വല്ലപ്പോഴൊക്കെ പള്ളിയിൽ പോക്കുണ്ട്. ഇപ്പോൾ അതുമായി എല്ലാ ഞായറാഴ്ചയും നിർബന്ധം എനിക്ക് പോകാനും കാണുന്നു. ഈ പിതാവിനോടുള്ള ആദരവ് എൻ്റെ മനസ്സിലേക്ക് ആ വിശ്വാസം കടന്നു വന്നു. അങ്ങനെ നല്ല പിതാക്കന്മാരുണ്ട്. അതുപോലെ കാഞ്ഞിരപ്പള്ളി പിതാവ് വലിയ വലിയ പുണ്യപ്പെട്ട മനുഷ്യനാണ് കാഞ്ഞിരപ്പള്ളി പിതാവ്. അതിന് ആദ്യത്തെ പിതാവ് നമ്മുടെ അറയ്ക്ക പിതാവാണ്. എല്ലാവരും കുറ്റം പറയും, പക്ഷേ ഇത്രയും ശക്തനായൊരു പിതാവ് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിട്ടില്ലെന്നുള്ള സത്യം നമ്മൾ അറിയുന്നില്ല. ആ അരമന കാഞ്ഞിരപ്പള്ളി രൂപത എന്ന് പറയുന്ന സത്യത അറയ്ക്ക പിതാവിൻ്റെത്. ഇപ്പോഴത്തെ പിതാവ് അതിപ്രഗത്ഭനാണ്, പക്ഷേ ബഹുമാനത്തോട് കാണേണ്ട ആളാണ് അറയ്ക്ക പിതാവ്. ഇതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ്. NSSന്റെ കാര്യാലയത്തിൽ പോയതിനു ശേഷമാണ് അങ്ങോട്ട് പോയത് BJPയിലേക്ക്, അല്ലേ? അതെ, NSS കാര്യാലയത്തിൽ പോയെന്നല്ല, ഞാൻ മണിച്ചേട്ടനെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞു, ചെല്ലുമെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി തല കൈവച്ച് എന്നെ ജോറിനെ അനുഗ്രഹിക്കുകയാണെന്ന് എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ പോവാണ്, ജയിക്കാൻ വേണ്ടി എല്ലാ സഹായവും മണിച്ചേട്ടനുണ്ട്, ധൈര്യമായിട്ടിരുന്നു എന്നോട്. എല്ലാ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പോയത്, അല്ല PC പോയത്? അല്ല, മണിച്ചേട്ടൻ പറഞ്ഞല്ലോ ജയിക്കാനുള്ള എല്ലാ സഹായം. അപ്പൊ എല്ലാം മനസ്സിൽ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. അല്ല, അദ്ദേഹത്തിന് അങ്ങനെ തോന്നി, ഞാനങ്ങനെ പറഞ്ഞേ ഇല്ല. ചോദിച്ചോ, അദ്ദേഹം ജീവിച്ചിട്ടുണ്ടോ? ആരെയും മൈൻഡ് ചെയ്യാത്ത മണിച്ചേട്ടൻ അറിയാമല്ലോ. സുകുമാരൻ നേരെ എല്ലാ യവൻ പോടാന്ന് പറയുന്നത്, അങ്ങനെ ആരും പേടിക്കുന്നവനല്ല. വെള്ളാപ്പള്ളിയെ കാണായിരുന്നു. എന്താ വെള്ളാപ്പള്ളിയെ കാണണ്ടെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കാണാൻ എനിക്ക് സമയം കിട്ടിയില്ല. കാണാം, വെള്ളാപ്പള്ളിയെ കാണാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, കാണാൻ സമയം കിട്ടില്ല. വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞു ഫോണിൽ സംസാരിച്ചു? ഫോണിൽ സ്നേഹം പറഞ്ഞാൽ വേറൊന്നും പറഞ്ഞില്ല. BJPയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് പറഞ്ഞില്ലെന്ന്. ഞാനിങ്ങനെ ചുമ്മാ വെള്ളാപ്പള്ളിയുടെ സ്നേഹം വല്ലപ്പോഴൊക്കെ ഇടയ്ക്കുമ്പോഴും വിളിക്കുന്നതാണ്. ഞാൻ ഇത്തവണ ഇത് കഴിഞ്ഞ് കാണാൻ സമയം കിട്ടിയ സമയം കിട്ടിയാൽ പോകും. അത് അങ്ങനെ സമയം കിട്ടാത്തോണ്ട് പോയതല്ല, വേറെ വിരോധമൊന്നുമില്ല. ഒരു വ്യക്തി വിരോധമൊന്നുമില്ല. എന്തിനാ ഞാനെന്തിനാ അദ്ദേഹത്തെ PCക്ക് ഏറ്റവും കൂടുതൽ വ്യക്തി വിരോധമുള്ള ഒരാളുടെ പേര് പറയുമ്പോൾ ആരായിരിക്കും പറയാം? ഏറ്റവും കൂടുതൽ വ്യക്തി വിരോധമുള്ള ഒരാളുടെ പേര്, ഏറ്റവും കൂടുതൽ വ്യക്തി വിരോധമുള്ള ഒരാളുടെ പേര് പറയുമ്പോൾ ഞാൻ പറയും PC പറയുന്നു. സ്വയം തന്നെ അല്ലേ? ആ, എൻ്റെ അത്രയ്ക്ക് മോശമാണ്. ഞാൻ സൂക്ഷിക്കാത്തതുകൊണ്ടല്ലേ അബദ്ധമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്ക് അരിച്ചു അങ്ങനെ അബദ്ധം പറ്റുന്നുണ്ടെന്ന് ഉറപ്പിച്ചു. ചില കാര്യങ്ങൾ എനിക്ക് സൂക്ഷിക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. ഒന്ന് വീണപ്പം കൈ പിടിച്ചു ഉയർത്തിയതാരം? ഞാൻ വീണില്ല, പിന്നെ എങ്ങനെ കൈ പിടിച്ചു ഉയർത്തുന്നു? പല സംഭവത്തും തോൽവി ഒരു വീഴ്ചയല്ലേ? തോൽവി ഒന്നൊരു വീഴ്ചയല്ലോ. അത് ഞാൻ ചിരിച്ചോണ്ടല്ലാണ്. ഞാൻ ആരെങ്കിലും വീട്ടിൽ പോയിരുന്നു, ഞാൻ ചിരിച്ചോണ്ടല്ലേ എന്നെ നേരിടുന്നത്. എനിക്കത് തോൽവി അനിവാര്യമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത്. സങ്കടം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം വരുമ്പോൾ എന്താ ചെയ്യണം PC? സങ്കടം വന്നാൽ മനുഷ്യനാണ് കരയും, മനുഷ്യനല്ലാത്തവൻ കരയില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ കരഞ്ഞിട്ടുണ്ട്?
ഞാൻ പിന്നെ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്, പല കാര്യം കാണും. എനിക്ക് ചില വീട്ടിൽ ചെല്ലുമ്പം ആ വീട്ടിലെ സാഹചര്യമൊക്കെ നമുക്ക് കരച്ചിൽ വരാറുണ്ട്, സത്യം. ഞാൻ ചിലപ്പം ഈ സ്ത്രീകളെ ചിലപ്പോൾ ചൂടാവുകയും ചീത്തറുകയൊക്കെ ചെയ്യും, എങ്കിലും അവരുടെ കാര്യം ഓർത്ത് അറിയാതെ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചീത്ത പറയുന്നതാണ് ഏറ്റവും കൂടുതൽ സഹായിക്കും കേട്ടോ, അത് പറയാം, വേറെ കാര്യം. കാരണം അവർ നന്നാകാൻ വേണ്ടി ഞാൻ ചീത്ത പറയുന്നത്. PC-ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേര് ഒരു അമരാരെ പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ് വ്യക്തിപരമായിട്ട് എൻ്റെ ഇഷ്ടക്കാരൻ വി എസ് അച്യുതാനന്ദനാണ്. പക്ഷേ പുള്ളി ഒരു നല്ല ഭരണാധികാരിയായിരുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം പുള്ളിയുടെ ഒരു പ്രത്യേക സ്റ്റൈലായിരുന്നു, സഹാക്കന്മാരുടെ ഭരണമല്ലേ. ഇക്കനെ നല്ല മനുഷ്യനായിരുന്നു. ഒരു മുഖ്യമന്ത്രി എന്ന ജനകീയനായ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞ ഒരാളെ ഉള്ളൂ. ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി. പിന്നെ ഏറ്റവും മോശം പിണറായി എന്നിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. പിന്നെ നോക്കിയാൽ നയനാർ കൊള്ളായിരുന്നതിൻ്റെ കുഴപ്പം ഒരു കുറ്റവും പറയാനില്ല. AK ആൻ്റണി ഒരു ശുദ്ധനായിപ്പോയി. കള്ളനല്ല, കൊള്ളക്കാരനല്ല, പിടിച്ചുപറിക്കാരനല്ല, പക്ഷേ പുള്ളി ശുദ്ധനായിപ്പോയി. എല്ലാവരും കൂടെ പുള്ളി ഇട്ട് വട്ട് തട്ടി. പുള്ളി പാവൻ രാജിവെച്ച് പോണ്ടി വന്നില്ല. ഒന്ന് ആലോചിച്ച് ഗതികേട്. പുള്ളി ചാരായം നിരോധിച്ചു. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ചാരായം നിരോധിക്കണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം. ചാരായം നിരോധിച്ചിട്ട് കള്ളച്ചാരായം രാജ്യം മുഴുവനായി. ഇല്ല, കള്ളച്ചാരായം ഉണ്ടാകലായിരുന്നു. പിടിക്കാൻ എക്സൈസുകാരുണ്ടോ? പിടിച്ച എക്സൈസുകാർ പിടിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ സ്ട്രിക്റ്റായ തീരുമാനമെടുത്ത് നയം നടപ്പാക്കുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ട് വേണമായിരുന്നു അത് ചെയ്യാൻ. ഒറ്റയടിക്കങ്ങ് നിരോധിച്ചു പുള്ളിയുടെ ഉദ്ദേശം നല്ലത്, ലക്ഷ്യം നല്ലത്, നല്ല മനസ്സ്. പക്ഷേ അത് നാശമാണ് ഉണ്ടാക്കി. ഉദാഹരണം പറഞ്ഞു. അതെ അതെ അതെ. പക്ഷെ ആന്റണി ഒരു നല്ല മനുഷ്യൻ, നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ ഒരു മുഖ്യമന്ത്രി പറയാൻ ആരാ? ഉമ്മൻചാണ്ടിയാ പാവം. അത് പറയുന്നുണ്ട് അല്ലേ. ഏറ്റവും വലിയ നിയമസഭയിൽ ഇരുന്നിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു MLA-യുടെ പേര് പറഞ്ഞാൽ ആരെ പറയും? MLA 7 വർഷം കൂടെ ഇരുന്നപ്പോൾ സഹപ്രവർത്തകർ ഇഷ്ടവും നമുക്കൊരു സഹായം. എന്നെ എല്ലാ MLA-മാർക്കും ഇഷ്ടമായിരുന്നു, സത്യം പറയുക. എല്ലാവരും എന്നെ അനുകൂലിക്കുമായിരുന്നു. ഞാൻ ഏറ്റവും പ്രസംഗിക്കുമ്പം എല്ലാവരും പിന്തുണ തരുമായിരുന്നു. ഞാൻ നിഷ്പക്ഷമായിട്ടല്ലേ പറയുന്നത്, ഭരണം പ്രതിപക്ഷമല്ലേ, എപ്പോഴും അങ്ങനെ ആയിരുന്നു. ഒരു സഹായികളായിരുന്നു എല്ലാവരും. ഒരു ആൾ പിന്നെ എതിർത്തതായിട്ട് എനിക്ക് അനുഭവപ്പെടില്ല. എൻ്റെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചാൽ എനിക്ക് അനുഭവമില്ല. ഇപ്പോഴും ആ നിയമസഭയിലേക്ക് ഇനിയും പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇലക്ഷൻ ഇന്നാ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിൽക്കുന്ന സാഹചര്യം ഇനി BJP ആണ് തീരുമാനിക്കുന്നത് എപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി BJPക്ക് എത്ര സീറ്റ് കിട്ടി? PC ജോർജ് അതിൻ്റെ ഉള്ളിലേക്ക് മറ്റുള്ളവരെ ഒപ്പം ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. BJP അതൊക്കെ ഒരു ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ 26-ലാണ്. 26-ൽ ഒരു നിയമസഭാ ഇലക്ഷൻ വന്നാൽ പാർട്ടി തീരുമാനിക്കുന്ന അസംബ്ലിയിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കും. സംശയം എന്താ? ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പിന്നെ എഴുതിയിട്ട് ഒരു സംശയമില്ലാതെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസും ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാവും. അതിൻ്റെ സജീവ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം രാജിവെച്ച് BJP പോരും. കോൺഗ്രസിൻ്റെ ആത്മാർത്ഥമുള്ള പ്രവർത്തകരെല്ലാം രാജിവെച്ച് BJP പോരും. റവടികളും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും കൈക്കൂലിക്കാരുമായിട്ടുള്ള CPM-ൻ്റെയും കോൺഗ്രസ് ആളുകളും ഒന്നായിട്ട് കോൺഗ്രസ് CPM സഖ്യം ഇവിടെ മത്സരിക്കും. അതിനെതിരായിട്ട് മാന്യന്മാരെ നിലനിർത്തിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ BJP-യുടെ നേതൃത്വത്തിൽ ഒരു ഇലക്ഷൻ ഉണ്ടാവും. ആ ഇലക്ഷൻ റിസൾട്ട് എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ആ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരെലക്ഷൻ വരുന്നത് 29-ലായിരിക്കും. 29 ഓൾ ഇന്ത്യ ബേസിൽ ഒരെലക്ഷൻ ആക്കാനാണ് നോക്കുന്നത്. അങ്ങനെ വന്നാൽ ആ അടുത്ത ഇലക്ഷൻ വരുന്നത് 3 കൊല്ലത്തേക്ക് മാത്രമാണ്, അല്ല 2.5 കൊല്ലം. അത് കഴിഞ്ഞ് വരുന്ന ഇലക്ഷൻ ഒരു സംശയമുണ്ട്, BJP ഒറ്റ കേരളം ഭരിക്കും. അത്ഭുതമല്ല സംഭവിക്കണ്ടേ? അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്, ഒരു സംശയം വേണ്ട. ആഗ്രഹം കൊള്ളാം. ആഗ്രഹിക്കണം, ബോധമുള്ളവരെല്ലാം ആഗ്രഹിക്കും, പേടിക്കണ്ട, തന്നെ ആഗ്രഹിക്കും. 5 ലോക്സഭാ സീറ്റ് വിജയിക്കുന്ന പറഞ്ഞു PC ജോർജ്. ഞാൻ പറഞ്ഞിരിക്കുന്നു, കാണിക്കാൻ 5 ബാക്കിയൊന്നും കിട്ടില്ല, 5 കിട്ടും. അതാ അലിയെ പോലെ പത്രക്കാരോടാണ് 5 കൂടുതൽ എന്നാണ് പറഞ്ഞത്. 5 കൂടുതൽ വരാനോ സാധ്യത? അല്ല, പറഞ്ഞത് 5 ലോക്സഭാ സീറ്റ്, 5 സീറ്റെങ്കിലും ജയിച്ചിരിക്കും എന്ന് പറഞ്ഞു. 5 കൂടാൻ പാടില്ലെന്ന് അവിടുന്ന് പറയട്ടില്ല. ഈ 5 ഉന്നം വെച്ച് പറയാൻ ഏതാ തോന്നുന്നു? അത് പറയാനേ, അത് പറയുന്നത് ശരിയില്ല. PC ജോർജ് പത്തനംതിട്ട ജയിക്കുമെന്ന് പറയുന്നു. അത് പത്തനംതിട്ട ഇരുന്നോട്ടെ, ബാക്കിയുണ്ടെന്ന്. തൃശ്ശൂർ ജയിക്കുമോ? ജയിക്കും, അതിന് 5 ഇരിക്കുന്നു. കാസർഗോഡ് ജയിക്കുമോ? ഞാൻ എന്നോട് ചോദിക്കണ്ടെന്നേ. 3 ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോൾ 3 ജയിക്കുമെന്ന് പറയും. 2 ഞാൻ കാസർഗോഡ് ജയിക്കുമെന്ന് തോക്കുമെന്നും പറഞ്ഞില്ല. തിരുവനന്തപുരം ജയിക്കുമെന്ന് തോക്കുമെന്നും പറഞ്ഞില്ല.
ജയിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞത് തൃശ്ശൂരും പത്തനംതിട്ടയാണ്. അല്ലല്ല, ഞാനൊന്നും പറയുന്നില്ല. അല്ല, തൃശ്ശൂർ ഉറപ്പെന്ന് പറഞ്ഞു. ആ ഉറപ്പാണ്, പത്തനംതിട്ട ഉറപ്പാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏതാണ് ബാക്കി മൂന്നെന്ന് പറയാൻ ഞാനില്ല. കാരണം എന്താ വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തോക്കുന്നില്ല വിനോദം. അത് ശരിയാണ്. രണ്ടെണ്ണം ഓക്കെ അല്ലേ? പത്തനംതിട്ടയും തൃശ്ശൂരും ഓക്കെ അത് ഉറപ്പാണ് അല്ലേ? ഓ. അത് ഉറപ്പിച്ച സീറ്റാ. മൂന്നെണ്ണം പറഞ്ഞാൽ ബാക്കി തോക്കുന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. തോക്കുന്നുള്ള പ്രചരണം വരുന്നുള്ളതുകൊണ്ട് പറയണം. ചിലപ്പോൾ അത് കൂടുതൽ വരാം, അതുകൊണ്ടാണ് പറഞ്ഞത്. 7 എണ്ണം വരെ വരാൻ സാധ്യതയുണ്ട്. 7 എണ്ണം വരെ വരാം. അല്ല, കേരളത്തിൽ നിന്ന് ഒരു BJP നേതാക്കന്മാരോടും പറയാതെയാണ് അവിടെ പോയെന്ന് പറയുന്നത്. അല്ലെന്ന് ആ. ഈ പാർട്ടി ലയിക്കാൻ പോകണമെന്നുള്ള കാര്യം ലോകത്താരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഡൽഹി ചെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് തീരുമാനിക്കുകയാണ്. പക്ഷെ എൻ്റെ പാർട്ടിയുടെ കമ്മിറ്റിയുടെ കൺസൾട്ട് എനിക്ക് തന്നിരുന്നു. ഇഷ്ടമുള്ള ചെയ്തോളാം. ലയിക്കണം എന്നാണ് 90% പേര് പറഞ്ഞ അഭിപ്രായം. 5% ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ അവിടെ ചെന്ന് സംസാരിച്ചിട്ടാണ് ചെയ്തത്. ഇവിടെ ഇവിടെ എല്ലാവരെയും ഞാൻ വിളിച്ച് സംസാരിച്ചു ഫോണിൽ. അത് കഴിഞ്ഞല്ല പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ BJPക്ക് ദീർഘകാലം നിന്നവര് പാർട്ടി നേതാക്കളുണ്ട്. അവിടെ പെട്ടെന്ന് PC ജോർജ് അവിടെ എത്തുന്നു, ഇവർ പോലും അറിയാതെ എത്തുന്നു. ഇവർക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ട്. PC ജോർജിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അവരെ ബുദ്ധിമുട്ട്, അവരെ സഹായം ചെയ്യാൻ വേണ്ടി ഒരുത്തൻ വരുമ്പം എനിക്ക് സഹായം വേണ്ടെന്ന് അവർ പറയും. എന്നാ ഈ പറയുന്നത്? അതൊക്കെ തോന്നൽ. ഒരു BJPയുടെ പ്രവർത്തകർ പോലും എന്നോട് പണക്കമില്ലെന്ന് മാത്രമല്ല, മുഴുവൻ നേതാക്കന്മാരും നല്ല സൗഹൃദത്തിലും ബന്ധത്തിലും. ഞാനെന്തിനാണ് അവരെ ചെറുതാക്കുന്നത്? അവരെല്ലാം എത്ര കൊല്ലമായിട്ട് BJPക്കും RSSനും വേണ്ടി പ്രവർത്തിക്കുന്നത്. അവരെ മോശമാക്കേണ്ട കാര്യം എനിക്കെന്താ? അവരവരുടെ കാര്യം നോക്കി പോട്ടെ. ഞാൻ അവരെ ഒരു സഹായി ആയിരിക്കും, ഒരു സംശയം വേണ്ട. അല്ല, രണ്ടും രണ്ട് ദിശയിൽ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ അവരുടെ സഹായി ആയിരിക്കും എന്നുള്ള പ്രശ്നം തീർന്നില്ലേ? സുരേന്ദ്രനാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നില്ലേ? ആ ജോലി അദ്ദേഹം തുടരട്ടെ. പാർട്ടിക്കുള്ളിൽ ഒരു ഭിന്നത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ BJPക്കുള്ളിൽ എനിക്കറിയാത്ത മാറിയെന്ന് വീക്ഷിച്ച ഒരു വ്യക്തിയല്ലേ PC ജോർജ്. ഞാൻ ഇതുവരെയും രണ്ടഭിപ്രായം കേട്ടിട്ടില്ല. പല അഭിപ്രായം അവരുടെ പാർട്ടി കമ്മിറ്റിക്കകത്തോണ്ട് ഇതുവരെ എൻ്റെ ദൃഷ്ടിപ്പെട്ടിട്ടില്ല. എനിക്കറിയത്തില്ല. മിടുക്കനാണോ PC? ഞാൻ മിടുക്കാന്ന് ഇപ്പോഴാണോ അറിയുന്നത്? അത് കൊള്ളാമല്ലോ. എന്ത് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഒന്നും തൊടാതെ പറയാനും പഠിച്ചു, അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയാനും പഠിച്ച ആളാണ് PC എന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറിയെന്ന് വീക്ഷിച്ച ഒരു വ്യക്തിയാണ്. എന്നിട്ടും PC ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറിയപ്പോൾ ഒന്നും പറയാതെ ഒഴിഞ്ഞു പോകുന്നത്. പക്ഷെ PC പറയും. ഞാൻ പറയുമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പറയേണ്ടതല്ലാതെ പറയില്ല. പറയേണ്ടത് പറയും. ഈ പാർട്ടിയുടെ ഒരു സഹയാത്രികനായിട്ട് നിന്ന് എൻ്റെ കൂടെ നിന്ന് മറ്റുള്ളവരെ പറയുന്നത് കേട്ട് നിൽക്കാനാണ് PC ഇപ്പോൾ വന്നിരിക്കുന്നത് BJPയിൽ. അതായത് അവർ ഇപ്പം ഞാൻ ഈ അവിടെ തറനാട്ടിൽ നിന്നു അവിടെയുള്ള പാർട്ടി കമ്മിറ്റി എല്ലാവരും കുറിച്ച് ഇന്നത് ചെയ്യണമെന്ന് ഞാൻ കൂടെ നിൽക്കുക. അതല്ല അതിനെ പറ്റി. അതല്ല അവരെ പേടിപ്പിക്കേണ്ട കാര്യമില്ല എനിക്കുണ്ടോ. പിന്നെ അവർ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റാണ്, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, മക്കളെ അതല്ലേ ശരി, ഇതല്ലേ. അപ്പോൾ അവരെ കൂടെ അനുവാദത്തോടെ ശരിയേ ചെയ്യുള്ളൂ, ഒരു സംശയം വേണ്ട. ഒരു മാറ്റമില്ല. KC വേണുഗോപാലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? റിസർവ് ചെയ്യാണ്. ഞാൻ വേണുഗോപാലിനെ പറ്റി ഞാൻ ഇപ്പോൾ ഒത്തിരി നാളായി സംസാരിച്ച്, ഫോണിൽ പോലും മിണ്ടാറില്ല. പക്ഷേ എൻ്റെ അടുത്ത ഇഷ്ടക്കാരനാണ്. അതുകൊണ്ട് ഒരു എല്ലാം തികഞ്ഞവനൊന്നുമല്ല, പക്ഷെ നല്ല സ്നേഹമുള്ളവന്. അതെ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞല്ലേ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. അത് കള്ളം പറയുന്നത് ഇടപാടില്ലല്ലോ. നല്ല സ്നേഹമുള്ള ആളാണ്. അതെ, KC വേണുഗോപാൽ. അതെ അല്ലേ? ഒരു മാറ്റവും PCക്ക്. അതെന്തിനാ മാറുന്നത്? PCയുടെ മനസ്സ് ഭയങ്കരമാണ് കേട്ടോ. അതിന് മനസ്സിലിട്ടൊന്നും പെരുമാറില്ല എന്ന് തോന്നുന്നു. ഞാൻ ആരോട് ശത്രുതയില്ല. എന്നെ അയാൾ ഉദ്ധരിച്ചിട്ടില്ല. ഞാൻ എന്തിനാണ് അയാളെ ഉദ്ധരിക്കുന്നത്? ഒരു ശല്യവും എനിക്ക് വ്യക്തിപരമായിട്ട് ചെയ്തിട്ടില്ല. കാര്യം തോക്ക് ഉണ്ടോ? തോക്ക് എപ്പോഴും ഉണ്ട്. കാര്യം എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട് അല്ലേ? അതുകൊണ്ട് കൊണ്ടു നടക്കണം. പിന്നെ ഇടയ്ക്ക് ഇത്ര 5-8 ലക്ഷം രൂപ കൊടുത്ത് തോക്കും പഠിച്ചു കിടക്കുക, ലൈസൻസ് എടുത്ത് കൂടെ ലൈസൻസ് ഉള്ള തോക്കും കൂടെ ഞാൻ എന്തിനാ വീട്ടിൽ വെക്കാനാണ്? അത് മേടിക്കേണ്ട കാര്യം ഇട്ടു എനിക്ക്. അതെൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ, അത് വേണ്ടി കാണും. പാർട്ടി മാറുക എന്ന് പറഞ്ഞപ്പോൾ വൈഫ് എന്ത് പറഞ്ഞു? വൈഫ് ഭയങ്കര സന്തോഷമായിരുന്നു. ഓ, അവളെ ഫോട്ടോയ്ക്ക് വന്ന് ഓടി വന്ന് എൻ്റെ കൊടുത്ത് നിന്നല്ലോ അവള് വീട്ടിൽ വെച്ച്. ഞാൻ അവൾ വരികയെന്ന് പറഞ്ഞു. അവൾ കൂളായിട്ട് വന്ന് എൻ്റെ കൊടുത്ത് നിന്നു. അത് ഭയങ്കര സന്തോഷമാണ്. ഇതെല്ലാം കൂടി ആലോചിച്ച് തന്നെയാണ് ചെയ്തത്. അത് ഞാൻ അവളോട് സംസാരിക്കാറുണ്ട്. അവൾ 100% എനിക്ക് അനുകൂല അഭിപ്രായം പറഞ്ഞു. അല്ല, വൈഫ് അന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രാഗിയത് വൈഫിന് പിന്നീട് കുറ്റബോധം തോന്നിയിരുന്നു? ഇല്ല, അത് ഏറ്റവും നമ്മളിപ്പോഴും പറയുന്നുണ്ട്. പ്രാക്ക് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം പിണറായിയും മകളും എല്ലാം കൂടെ ജയിലിലോട്ട് പോകുമ്പോൾ ആ പ്രാക്കിൻ്റെ അന്ത്യമാകാനേ അത് കാണാം, സംശയം വേണ്ട. അങ്ങനത്തെ പ്രാക്കൊക്കെ പ്രാകണമല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത സ്വന്തം ഭർത്താവിനെ ചുമ്മാ പോലീസിനെ ഇട്ട് ഹരാസ് ചെയ്യുന്ന കാണുമ്പോൾ ഏത് ഭാര്യയും
മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ പറയും. അതാ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഒരു കുഴപ്പമില്ല. മുസ്ലിം ലീഗ് എവിടെ നിൽക്കും? മുസ്ലിം ലീഗ് എവിടെ നിൽക്കും എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ, പോപ്പുലർ ഫ്രണ്ട് SDP ഉൾപ്പെടെ പിണറായിയുടെ കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ തീർക്കുക എന്നാണ് പിണറായിയുടെ ലക്ഷ്യം. ആ നിലയ്ക്ക് എന്നാ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അവരുടെ രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ഒത്തിരി ആത്മബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ബന്ധമുണ്ട്. എനിക്ക് PMS സലാം നല്ല മനുഷ്യനാണ്. മുനീർ സാഹിബായിട്ട് അത്ര ബന്ധമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനായിട്ട് അത്രമേൽ അടുത്ത ബന്ധമുണ്ട്, അറിയാമോ? എനിക്ക് തങ്ങളുമായിട്ട് അത്ര ബന്ധമുണ്ട്. അവർ ലീഗിൻ്റെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് അത്രമേൽ ബന്ധം എനിക്കുണ്ട്. മഞ്ഞളാംകുഴി അലി ഞാൻ കാരണമല്ലേ മന്ത്രിയായത്. എൻ്റെ ഉറച്ച സ്റ്റാൻഡായിരുന്നു അലിയെ മന്ത്രിയാക്കിയത്. 5ാം മന്ത്രി എന്ന് പറഞ്ഞാൽ അതിൽ പിടിച്ചു നിന്ന രാഷ്ട്രീയ ചർച്ചകൾ ഒത്തിരി നടന്നതാണ്. ഞാൻ ഉറച്ച സ്റ്റാൻഡ് അല്ലേ ആകുകയില്ല. എനിക്ക് ലീഗുമായിട്ട് അത്ര ബന്ധമുണ്ട്. ഇപ്പോൾ ഒത്തിരിയായിട്ട് കാണുന്നില്ല. ഞാൻ ഈ MLA സ്ഥാനം പോയതിനു ശേഷം അവരുമായിട്ട് കൂടുതൽ ബന്ധങ്ങളില്ല. അത് സത്യമാണ്. അതാണ് അതിൻ്റെ അകത്ത് സത്യം. നിയമസഭയിലേക്കൊന്നും പോകുന്നില്ലല്ലോ. ഇല്ല. PC ജോർജിന്റെ അന്നത്തെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ലീഗ് PC ജോർജിനെതിരെ ഭയങ്കരമായിട്ട് ആക്രമണം നടത്തിയിരുന്നു. ഏത്? ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ അത് കളവാന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. മനസ്സിലാക്കിയായിരുന്നു. പിന്നെ അവിടുത്തെ ലീഗിന്റെ നേതാവുണ്ട്, മുനിസിപ്പൽ ചെയർമാനായിരുന്നു സിറാജ്. വിളിച്ചു. സിറാജ് പച്ചയ്ക്ക് പറഞ്ഞല്ലോ, ഒരു നിരപരാധിയെ മനുഷ്യ കൊല്ലാനുണ്ട്, കള്ളക്കച്ചവടം ഇറങ്ങിയിരിക്കുക, പച്ചയ്ക്ക് അടിച്ചവൻ. ആ സിറാജ് മിടുക്കനല്ലേ, പച്ചയ്ക്ക് പറഞ്ഞു. ഇപ്പം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ നേതാവ് സിറാജാ പച്ചയ്ക്ക് അടിച്ചു കൊടുത്തത്. അപ്പൊ അവര് അത് വിശ്വസിച്ചിട്ടില്ല. അവർക്ക് മനസ്സിലായി കളത്തരമെന്ന്, വഞ്ചനയാന്ന്. അപ്പൊ PC ജോർജ് ഇനി MLA ആയിട്ടോ MP ആയിട്ടോ മന്ത്രി ആയിട്ടോ ഒക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. ഈ പറഞ്ഞതൊക്കെ വീണ്ടും പറയണം. PC എപ്പോഴും പറഞ്ഞത് തിരുത്താറുണ്ട്. പറഞ്ഞത് തെറ്റാണ് തിരുത്തും. അതല്ലേ അതിൻ്റെ മര്യാദ. അതല്ലേ പറഞ്ഞ് തെറ്റ് പറഞ്ഞാൽ അതേ തെറ്റാ കിടന്ന് ആടുന്ന ഇടപാടത്തില്ല. തെറ്റാന്ന് പറയും. അതെന്തിനാ? അതല്ലേ നല്ലത്. ആ തിരുത്തിയതിൽ ഏറ്റവും തെറ്റായിട്ട് തോന്നി തിരുത്തിയ ഒരു കാര്യം ഓർക്കാവും. അത് ഓർക്കല്ല. എങ്കിലും ഒന്ന് ഓർത്തു നോക്കി. ഓർക്കാൻ പറ്റില്ല. പറഞ്ഞപ്പം ഒരു കാര്യം ഓർക്കുന്നേ ഇല്ല. അത് അന്നേരം മറക്കും. അതാണല്ലോ ദൈവത്തിൻ്റെ ഒരു കഴിവ്. ദൈവം തന്നിരിക്കുന്ന കഴിവ് മനുഷ്യൻ. BJP-ലേക്ക് പോകുന്നു. മറക്കാനുള്ള കഴിവ് എന്നുള്ളതാണ് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യൻ്റെ കഴിവ്. എൻ്റെ ഏറ്റവും വലിയ വിജയം മറക്കാനുള്ള കഴിവാണ്. നല്ല മറക്കും. അതൊക്കെ മറന്നുപോയി അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പറഞ്ഞാൽ ഓർക്കും. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരാറുണ്ട് ചില കാര്യങ്ങൾ. ഇല്ല, PC-ക്ക് ഞാൻ ചിന്തിക്കാറില്ല അങ്ങനൊന്നും. എന്തിനാ നീ ആവശ്യമില്ല ചിന്തിച്ച തലകളായിരുന്നു. PC ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്ത്രീകളാണോ പുരുഷന്മാരാണോ? സ്ത്രീകളാണ്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ട് പിന്നെ എൻ്റെ പെരുമാറ്റം നല്ലതായതുകൊണ്ട് വരുന്ന സ്ത്രീകളെ മനുഷ്യനായിട്ടും സഹോദരിയായിട്ടും അമ്മയായിട്ടും ഞാൻ കാണുന്നത്, അല്ലാതെ എല്ലാം ഇപ്പരച്ചിറക്കായിട്ട് കാണാറില്ല. അതുകൊണ്ട് സ്ത്രീകളാണ് കൂടുതലും. അതെ. സ്ത്രീകളുടെ വോട്ടുകളാണ് കൂടുതൽ കിട്ടുന്നത്. തീർച്ചയായിട്ടും സ്ത്രീകളും കുട്ടികളും. സിനിമാഭിനയമൊക്കെ നിർത്തിയത് എന്താണ്? അതൊക്കെ ചുമ്മാ തമാശയല്ലേ. എനിക്ക് എത്ര സിനിമയിൽ അഭിനയിച്ചു? അത് 10-13 ഉണ്ട്. ആരെണ്ണും നീതൊക്കെ ചുമ്മാ അതിലേ പോകുമ്പോൾ ഒന്ന് ഷോട്ട് എടുത്തോളാൻ പറഞ്ഞു വരുന്ന, അല്ലാതെ ഞാൻ അഭിനയിക്കാൻ പോകുന്നൊന്നും അല്ലെന്നേ. അങ്ങനെ അഭിനയിക്കാൻ പോകുന്നതല്ലല്ലോ. ഇനിയും അങ്ങനെയൊക്കെ അഭിനയിക്കും. സമയം കിട്ടുക എന്തിനൊക്കെ. എവിടെ നിന്ന് മനുഷ്യനല്ലേ ഇത്. ഇനിയിപ്പോ വലിയ BJP-യിലല്ലേ, വലിയ MLA സ്ഥാനമൊന്നുമല്ല. ഇപ്പൊ വലിയ ഓട്ടമൊന്നുമില്ല. ഓട്ടം കൂടുതൽ വരും. കാരണം കേരളം ഒട്ടാകെ ചുറ്റാൻ പോവാണ്. അതെ. ഞാൻ ചേർന്നിടം കേരളത്തിലെ 1ാമത്തെ പാർട്ടിയാണെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനുള്ള ഓട്ടപ്രദർശനം തുടങ്ങാൻ പോകും. സുരേന്ദ്ര ജാഥയിൽ പങ്കാളിയാവുന്നില്ലേ? പിന്നെ കോട്ടയത്ത് വരുമ്പോഴാണ് പങ്കാളിയാവുന്നത്. കോട്ടയത്തല്ല, ആദ്യം ഇപ്പം അടൂര് പോകാൻ പോവാ. 5-ാം തീയതി അടൂരുണ്ട്. അവിടെ എല്ലാം കഴിക്കുക. കഴിഞ്ഞ് കോട്ടയത്തും വരും. പിന്നെ തിരുവനന്തപുരത്തും പോകും. ലയന സമ്മേളനം എന്നാണ്? 13-ാം തീയതി. ഈ 13-ാം ലയന സമ്മേളനം പ്രഖ്യാപിച്ചു. ഈ 13-ാം തീയതി എവിടെ വെച്ചാണ്? തിരുവനന്തപുരം. വലിയ സമ്മേളനമാണ്. വലിയ സമ്മേളനം. BJP ദേശീയ നേതാക്കൾ വരുമോ? അമിത്ഷാ കാണുന്നുണ്ട്. അമിത്ഷാ വരുന്നുണ്ട്. പൊളിക്കുവാണ്. ഒന്നും നോക്കുന്നില്ല. BJP-യിലേക്ക് പോകുന്നവർക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളാണ് കൊടുക്കുന്നത്, ഉപാധ്യക്ഷ സ്ഥാനങ്ങളാണ് കൊടുക്കുന്നത്. എനിക്ക് ഉപാധ്യക്ഷ സ്ഥാനം വേണ്ട. സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും ഉപാധ്യക്ഷം കൊടുത്ത് അവരും മടുക്കൂല. എത്ര ഉപാധ്യക്ഷം? അതിന്റെ മുകളിലേക്ക് മതി. പണ്ട് KM മാണി ചിരി വരുന്ന കാര്യം ഓർക്കുക. ആര് വന്നാലും മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ സ്ഥാനം കൊടുക്കുക. അപ്പോൾ 100-200 പേർക്ക് സ്ഥാനമായി. അപ്പോൾ ഇത് ആർക്കും അറിയത്തില്ല ആരൊക്കെയാണ്. ഒരു ദിവസം ഇവരെല്ലാവരെയും കൂടെ കോട്ടയത്ത് ആപ്പിച്ച് വിളിച്ചു വിട്ടു. 100-200 പേരുണ്ട്. എല്ലാവരെയും മനുഷ്യനെ ഏൽപ്പിച്ച് ഇങ്ങനെ ഓരോ സ്ഥാനം പറഞ്ഞ് എഴുതിയിട്ടതാണ്. എല്ലാവർക്കും അവരവരുടെ സ്ഥാനം ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. ഞാനിത് ഓർക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഈ സ്ഥാനം തന്നിരിക്കും. ഈ സ്ഥാനം കൂടെ നിങ്ങൾ നടന്നോണം. നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്ഥാനം പറയണം.
എന്നെ കൊണ്ട് പറയിക്കാൻ നോക്കരുത്, ഞാൻ മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ചമ്മി ഉടനിട്ട് പോകുന്നത്. അതുപോലെ ഈ സ്ഥാനം കൊടുത്തിട്ട് തന്നെ കാര്യം, സ്ഥാനത്തെ അടി ഒരു കാര്യമില്ലെന്ന്. അല്ല അതുപോലെ തന്നെ ഇപ്പൊ ബി ജെ പിയിൽ അതുപോലെ തന്നെ ഇപ്പൊ ബി ജെ പിയിൽ വന്നവർക്ക് ഉപാധ്യക്ഷ സ്ഥാനം കൊടുത്തോണ്ടിരിക്കും കേരളത്തിൽ കേട്ടോ. കൊടുക്കട്ടെ, എന്നെങ്കിലും കൊടുക്കട്ടെ, കൊടുക്കട്ടെ നീ.